കുറച്ച് നാളായിട്ട് നേരെ ചൊവ്വ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉറപ്പായിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആപ്പുകൾ നോക്കാം. ഒരു കഥ പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. നമുക്കിപ്പോൾ എല്ലാവർക്കും ഒരു പ്രശ്നമുണ്ട്. നമ്മൾ നമ്മുടെ ഫോൺ എടുത്ത് ചുമ്മാ റീലൊക്കെ തോണ്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടൂല. നമുക്ക് കുളിക്കാൻ മടി, നനയ്ക്കാൻ മടി, തിന്നാൻ മടി, പോവാൻ മടി, പഠിക്കാൻ മടി, അങ്ങനെ മടിയൻ അൾട്രാ പ്രോ മാക്സ് ആയിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഫോക്കസ് ലോഞ്ചർ എന്ന് പറഞ്ഞൊരു ലോഞ്ചർ ഉണ്ട്. ഇത് ആക്ച്വലി നമ്മുടെ ഫോണിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലോഞ്ചറാണ്. ഇതെനിക്കൊരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാണ്. ഇത് ഉപയോഗിച്ച് തുടങ്ങിയ സമയത്ത് അവൻ കൊണ്ടുവന്നേക്കുന്ന ഒരു ലോഞ്ചർ എന്നാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ വേണ്ട പല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും ഈ ഫോക്കസ് ലോഞ്ചർ ഓൺ ആക്കി ഇടാം. ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു 4-5 ആപ്പ് ഇവിടെ നമുക്ക് അറേഞ്ച് ചെയ്തിടാൻ പറ്റും. ബാക്കിയുള്ള ആപ്പുകൾ കാണണമെന്നുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്താൽ മതി, എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും. ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ളൊരു ആപ്പാണ്. ബട്ട് ദിസ് മേക്സ് അസ് സോ പ്രൊഡക്റ്റീവ്, പറയാണ്ടിരിക്കാൻ വയ്യ. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കില്ലെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, ശരിക്കും ചെയ്യുന്നുണ്ടാക്കാൻ പറ്റും. അടുത്ത ആപ്പാണ് ആപ്പ് മക്കളെ. ആപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ലീപ്പി ടൈമർ. നിങ്ങൾക്കിപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നിർബന്ധമുണ്ട്, നിങ്ങൾക്ക് 6 മണിക്കൂർ കറക്റ്റായിട്ട് ഉറക്കം കിട്ടിയിരിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പ്രൊഡക്റ്റീവായിട്ട് ഒരു ദിവസം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എനിക്ക് 5 മണിക്കൂർ ഉറങ്ങിയാൽ മതി. ഈ 5 മണിക്കൂർ എനിക്ക് മിനിമം കിട്ടിയിരിക്കണം. ഈ 5 കുറവ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് നന്നായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല ഒരു ദിവസം. ചിലർക്ക് 9 മണിക്കൂറാണ്, ചിലർക്ക് 10 മണിക്കൂറാണ്, ചിലർക്ക് 24 മണിക്കൂർ ഉറങ്ങിയാലും അത്രയും സുഖമെന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ സ്ലീപ്പി ടൈമർ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഉപയോഗപ്പെടും. ഈ ആപ്പ് നിങ്ങൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ 3 ഓപ്ഷൻ കാണിക്കും. വേക്കപ്പ്, ഗോ ടു ബെഡ്, നൗ. വേക്കപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മണിക്ക് എണീക്കണം എന്നുള്ളത് നമുക്ക് അവിടെ സെറ്റ് ചെയ്യാം. ലെറ്റ്സ് സേ എനിക്ക് നാളെ രാവിലെ 5 മണിക്ക് എണീക്കണം. 5 മണിക്ക് ഞാൻ എണീക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഉറങ്ങിയാൽ എത്ര മണിക്കൂർ ഉറക്കം എനിക്ക് കിട്ടും എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. ഗോ ടു ബെഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മണിക്ക് കിടക്കണം എന്നുള്ളത് അതിനകത്ത് കൊടുക്കാൻ പറ്റും. ലെറ്റ്സ് സേ എനിക്ക് 10 മണിക്ക് ഞാൻ കിടക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. 10 മണിക്ക് ഞാൻ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എത്ര മണിക്കൂർ ഉറക്കമാണ് വേണ്ടത്, അപ്പോൾ ഞാൻ എത്ര മണിക്ക് എണീക്കണം എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് തരും. സോ ലിറ്ററലി ഇത് എല്ലാവർക്കും ഉപയോഗമുള്ള ഒരു ആപ്പാണെന്ന് ഞാൻ പറയൂല. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ കുറച്ചെങ്കിലും ഉറക്കം ഇമ്പോർട്ടൻ്റ് ആണെന്ന് കരുതുന്നവർക്ക് ഉപകാരപ്രദമാവും. സോ നോട്ട് ഇറ്റ്. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, പൊന്നു മക്കളെ, ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ചത്തുപോവും. ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തുപോവും. അടുത്ത നമ്മുടെ ആപ്പ് ഈസ് കോൾഡ് അൺട്രാക്കർ. ഈ ഒരു ആപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ നിങ്ങൾക്കൊരു ലിങ്ക് അയച്ചു തന്നു. ഇപ്പോൾ എല്ലാ ലിങ്കുകളിലും ട്രാക്കേഴ്സ് കാണും. ട്രാക്കേഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ എവിടെ നിന്നാണ് ഇത് ലോഗിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ആക്സസ് ചെയ്യുന്നത്, ആ വെബ്സൈറ്റിലേക്ക് ഏത് ഡിവൈസ് ഉപയോഗിച്ചാണ് കയറുന്നത്, ഏത് ഇൻ്റർനെറ്റ് ഉപയോഗിച്ചാണ് കയറുന്നത്, നിങ്ങളുടെ IP, ഇങ്ങനെയുള്ള സാധനങ്ങൾ മൊത്തം പല വെബ്സൈറ്റുകളിലും എടുക്കാറുണ്ട്. എന്നാൽ അങ്ങനെ നിങ്ങളുടെ സാധനങ്ങളൊന്നും, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്നും എടുക്കണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ലിങ്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ ആ ലിങ്കിലൊന്ന് ഹോൾ പ്രസ് ചെയ്യുക, എന്നിട്ട് ഷെയർ കൊടുക്കുക. ഷെയർ കൊടുക്കുന്ന സമയത്ത് അൺട്രാക്കർ എന്ന് പറഞ്ഞിട്ട് ഈ ആപ്പിൻ്റെ ഒരു ഐക്കൺ കാണിക്കും. ആ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കൺവേർട്ട് ചെയ്ത ലിങ്ക് കിട്ടും. ആ ലിങ്കിലൂടെ നിങ്ങൾ ആ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ട്രാക്കേഴ്സ് എല്ലാം ഒഴിവാവും. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ അല്ലെങ്കിൽ നിങ്ങളുടെ കുറച്ച് ഇൻഫർമേഷൻസ് സേഫ് ആയിട്ട് വെക്കാൻ പറ്റും. സോ അടുത്ത ആപ്പ് നോക്കിയാലോ. അടുത്ത ആപ്പാണ് ബ്രിങ് മീ. ബ്രിങ് മീ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ആപ്പ്. സോ ഈ ഒരു ആപ്പിൻ്റെ അകത്ത് നമുക്ക് ഓരോ സാധനങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ വാളറ്റ്, എയർപോഡ്, അതുപോലെ തന്നെ ക്യാമറ, എന്തൊക്കെ ആക്സസറീസ് നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ കൂടെ കൊണ്ടുപോകുമോ അതെല്ലാം നമുക്ക് ആഡ് ചെയ്ത് വെക്കാം. ആൻഡ് നിങ്ങൾ പുറത്തേക്ക് പോകുന്നതിന് തൊട്ട് മുന്നേ നിങ്ങളുടെ ഫോൺ എടുക്കുക, ഈ ഒരു ആപ്പ് ഓപ്പൺ ആക്കുക, എന്തൊക്കെ സാധനങ്ങളാണോ എടുക്കാനുള്ളത് അതിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അവിടെ വിത്ത് മീ കൊടുക്കുക. വിത്ത് മീ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എവിടെ വെച്ചാണ് വിത്ത് മീ കൊടുത്തത് എന്നുള്ളത് ഇതിനകത്ത് ലൊക്കേഷൻ എഴുതിയിട്ടുണ്ടാവും. ദാറ്റ് മീൻസ് നിങ്ങൾ പുറത്തിറങ്ങി എവിടെയെങ്കിലും എത്തിയിട്ട് നിങ്ങൾ നിങ്ങളുടെ എയർപോഡ് നോക്കുകയാണ്, എയർപോഡ് കാണുന്നില്ല. അപ്പോൾ നിങ്ങൾക്കൊരു ചിന്ത വരും, എയർപോഡ് ഞാൻ എടുത്തില്ലേ വീട്ടിൽ നിന്ന്. അപ്പോൾ ബ്രിങ് മീ ആപ്പ് എടുത്ത് നോക്കുന്ന സമയത്ത് യെസ്, എയർപോഡ് ഞാൻ വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ബിക്കോസ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ബ്രിങ് മീ ആപ്പിൻ്റെ അകത്ത് വിത്ത് മീ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വന്ന വഴിക്ക് എവിടെയോ കളഞ്ഞതാണ്. സിമ്പിൾ. അടുത്ത ആപ്പിൻ്റെ പേരാണ് ഷഫിൾസ്. ഈ ഷഫിൾസ് എന്ന് പറഞ്ഞ ആപ്പ് ഐ ഡോണ്ട് നോ, ഇതിൻ്റെ ക്രിയേറ്റിവിറ്റി ലെവൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല. പിൻട്രസ്റ്റിൻ്റെ ആണ് ഈ ഒരു ആപ്പ്. ഈ ആപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആപ്പ് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഈ കൊളാഷ് പോലെയുള്ള കുറേ സാധനങ്ങൾ ആളുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതേപോലെയുള്ള കുറേ കൊളാഷുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ്, നമുക്കൊരു പ്ലസ് ബട്ടൺ കാണും. ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ കുറേ പിക്ചേഴ്സ് അവർ തരും. ഇപ്പോൾ മനുഷ്യൻ്റെ പിക്ചർ വേണമെങ്കിൽ മനുഷ്യൻ്റെ തരും, ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് തരും, ചെറിയ സാധനങ്ങളുടെ വേണമെങ്കിൽ അങ്ങനെ തരും. അപ്പോൾ നിങ്ങൾക്ക് ഒരു പോസ്റ്റർ ഡിസൈനിങ് അല്ലെങ്കിൽ ഈ കൊളാഷ് ഉണ്ടാക്കാനായിട്ട് എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ യു ക്യാൻ ട്രൈ ഇറ്റ് ദെയർ. അതുപോലെ തന്നെ നിങ്ങളുടെ ഗാലറിയിലുള്ള പിക്ചേഴ്സും കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് കൊളാഷുകൾ ഉണ്ടാക്കാൻ പറ്റും. ബട്ട് ദ തിങ് ഈസ്, എനിക്ക് ഇതിൻ്റെ അകത്ത് ഇതെന്താണ്, എന്ത് തരം ക്രിയേറ്റിവിറ്റി ആണെന്നുള്ളത് എനിക്ക് ഇതുവരെ ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റിയില്ല. മേ ബി ഐ മൈറ്റ് ബി നോട്ട് ദാറ്റ് ക്രിയേറ്റീവ് ഇനഫ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അടുത്ത ആപ്പിലേക്ക് പോകാം. നമ്മുടെ അടുത്ത ആപ്പിൻ്റെ പേരാണ് ഈസ്റ്റർ എഗ്സ്.
ഈസ്റ്റർ എഗ്സ് ആക്ച്വലി നിങ്ങൾക്ക് പലർക്കും അറിയുന്നുണ്ടാവും. കാരണം ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പണ്ട് മുതലേ, അതായത് ജിഞ്ചർ ബ്രെഡ് മുതൽ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് ആൻഡ്രോയിഡ് വേർഷനിൽ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഈസ്റ്റർ എഗ്ഗുകൾ കിട്ടാറുണ്ട്. അപ്പോൾ ഈ ഈസ്റ്റർ എഗ്ഗുകളെല്ലാം മിസ്സായി പോയവരാണ്, നിങ്ങൾ ജിഞ്ചർ ബ്രെഡ് യൂസ് ചെയ്തിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈസ്റ്റർ എഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തോ. ഇതിൻ്റെ അകത്ത് ജിഞ്ചർ ബ്രെഡിന് തൊട്ട് മുന്നേ ഉള്ളത് മുതൽ എല്ലാ ആൻഡ്രോയിഡിൻ്റെയും ഈസ്റ്റർ എഗ്ഗുകൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. എൻ്റെ ഫേവറേറ്റ് ആൻഡ്രോയിഡ് വേർഷൻ എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് മാഷ്മെലോ ആയിരുന്നു. നിങ്ങളുടെ ഫേവറേറ്റ് ആൻഡ്രോയിഡ് വേർഷൻ ഏതായിരുന്നു, അതിനകത്തുള്ള ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഈസ്റ്റർ എഗ് ഏതായിരുന്നു എന്നുള്ളത് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. ആൻഡ് ഫൈനലായിട്ടുള്ള നമ്മുടെ ആപ്പും ഇവിടെ ഇരുന്നേനെ ഞാൻ പറഞ്ഞു തീർക്കുകയാണ്. റെഡ് വാൾസ്. കമ്പ്യൂട്ടറിൽ നമുക്ക് വാൾപേപ്പർ എഞ്ചിൻ എന്ന് പറഞ്ഞിട്ടൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അത് വെച്ചിട്ടാണ് കമ്പ്യൂട്ടറിൽ നമുക്ക് ലൈവ് വാൾപേപ്പറുകളൊക്കെ ഇടാൻ പറ്റുന്നത്. ഭയങ്കര റെട്രോ സ്റ്റൈലുള്ള കുറേ വാൾപേപ്പേഴ്സ് കിട്ടും. അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ റെഡ് വാൾസ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട്. വാൾപേപ്പർ ആപ്ലിക്കേഷനാണ്, ലൈവ് വാൾപേപ്പർ ആപ്ലിക്കേഷനാണ്. ആൻഡ് റെട്രോ വാൾപേപ്പേഴ്സ് ഇഷ്ടമുള്ളവർ മാത്രം ഡൗൺലോഡ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയി പോകും. ആപ്പ് തുറന്നു കഴിഞ്ഞാൽ റെട്രോ വൈബിലുള്ള കുറേ ലൈവ് വാൾപേപ്പേഴ്സ് കിട്ടും. അതിൻ്റെ അകത്ത് എല്ലാം ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടൂല, ചിലതൊക്കെ പെയ്ഡാണ്. ബട്ട് കിഡിലുള്ള സാധനങ്ങളാണ്, നല്ല ക്വാളിറ്റിയാണ്. ആൻഡ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരണമെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇപ്പോൾ എൻ്റെ ഈ ഫോണിൻ്റെ അകത്ത് ഇട്ടിട്ടുള്ളത് ആ റെട്രോ വാൾസിൻ്റെ വാൾപേപ്പേഴ്സാണ്. നമ്മുടെ ചാർജ് കുറേ എടുക്കും, ബട്ട് ഇറ്റ്സ് വർത്ത് ഇറ്റ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ വീണ്ടും കണ്ടുവരേക്കും.